ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. വളരെ പരിചിതമായ വാക്യശകലമാണ്. ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എഫേസ്യ ലേഖനം. പൗലോസിന്റെ ശ്രദ്ധേയമാറിയ 2 പ്രാർത്ഥന ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, ഉപദേശപരമായ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ലേഖനം എല്ലാം കൊണ്ടും വളരെ ശ്രേഷ്ഠമേറിയ ഒരു ലേഖനമാണ്. ഞാൻ ഇന്ന് ദീർഘമായിട്ട് പ്രസംഗിക്കത്തിൽ ഇന്ന് വരുന്നില്ലെന്ന് ചിന്തിച്ചത്. അതുപോലെ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വാക്ക് പറഞ്ഞു, തന്നെയല്ല ശുശ്രൂഷ ഭംഗം വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എങ്കിലും അല്പം വൈകി ഈ സമയത്ത് എത്തുവാനിടയായി. വളരെ ക്ഷീണമുണ്ട്. അതുകൊണ്ട് ശാന്തമായിട്ടൊരു അല്പസമയങ്ങൾ ഇന്ന് വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഒടുവിൽ കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുവി. ഒടുവിലെന്ന് പൗലോസ് അവിടെ പറയുമ്പോൾ ആദ്യം ചില കാര്യങ്ങൾ ഓർപ്പിച്ചതിന് ശേഷമാണ് ഒടുവിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 22-ൽ ഭാര്യമാരെ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തു. 5-ാം അധ്യായത്തിന്റെ 25-ൽ ഭർത്താക്കന്മാർക്കുള്ള നിർദ്ദേശം അവിടെ മനസ്സിലാക്കി കൊടുത്തു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മക്കളെ വിളിച്ച് ചില കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു. 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പിതാക്കന്മാരെ വിളിച്ച് ചില കാര്യങ്ങൾ പൗലോസ് ഓർപ്പിച്ചു. അതുപോലെ 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാസന്മാരെ വിളിച്ച് ചില കാര്യങ്ങൾ താഴോട്ട് ഓർപ്പിച്ചു. 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷമായിട്ട് 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. അപ്പോൾ 5-ന്റെ 22-ൽ ഭാര്യമാരെയും 5-ന്റെ 25-ൽ ഭർത്താക്കന്മാരെയും 6-ന്റെ 1-ൽ മക്കളെയും 6-ന്റെ 4-ൽ പിതാക്കന്മാരെയും 6-ന്റെ 5-ൽ ദാസന്മാരും 6-ന്റെ 9 യജമാനന്മാരും, ഇവർക്കെല്ലാമുള്ള നിർദ്ദേശങ്ങൾ പൗലോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുസരിക്കണം, അനുഷ്ഠിക്കണം, അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എന്നിട്ട് കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടണം. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. ഇത് മിക്കപ്പോഴും പറയുന്ന ഭാഗങ്ങളാ. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ ഈ ഭാഗത്ത് നിന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഭാര്യമാരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. 5-ന്റെ 22 വായിര്. എന്ന് പറഞ്ഞാൽ ഭാര്യമാരെല്ലാം കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പക്ഷെ ശക്തിപ്പെടുന്നതിന് മുമ്പ് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നിട്ട് വേണം ശക്തിപ്പെടാൻ. മനസ്സിലാകുന്നുണ്ടോ? ചിലരെ ആത്മാവിലാകുന്ന സഹോദരിമാരുണ്ട്, പക്ഷെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയല്ല. ഇപ്പോഴും ആത്മാവില, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുകയല്ല. അവരെ ബഹുമാനിക്കാത്ത ചില സ്ത്രീകളുണ്ട്. മിണ്ടുന്നില്ലല്ലോ ആരും. ഞങ്ങളുടെ വല്യമ്മച്ചി പണ്ട് പറയുമായിരുന്നു, രക്ഷിക്കപ്പെട്ടൊന്നും അല്ല, അന്നത്തെ രീതി വെച്ചായിരിക്കും. ഒരു സ്ത്രീയെ പറ്റി പുള്ളിക്കാരി ഒരിക്കൽ പറഞ്ഞൊരു ഡയലോഗാ. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ, അവള് ഭർത്താവിനെ ഇസ്പേഡ് പോലെ കാണുന്നത്. അത് പിന്നീട് ഇസ്പേഡ് എനിക്ക് മനസ്സിലായില്ല.
അപ്പൊ പിന്നീട് മനസ്സിലായി ചീട്ടുകളിൽ ഉള്ളൊരു പ്രയോഗം. എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല. അങ്ങനെ കണ്ട സ്പേഡ് വല്യമ്മച്ച് പറഞ്ഞ ഞാനത് കേട്ടേക്കുന്നത്. വേറൊരു സഹോദരിയെ പറ്റി പുള്ളിക്കാരിയോട് വന്ന് അഭിപ്രായം പറഞ്ഞു, കൊച്ചമ്മ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാൻ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അത് നോട്ട് ചെയ്ത് ഞാൻ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് അഭിപ്രായം, അവള് ഭർത്താവിന് ഇസ്പേഡ് പോലാണ്. അങ്ങനെയുള്ള സ്ത്രീകള് ആത്മീയ ലോകത്തുമുണ്ട്. ഭർത്താവിനെ അനുസരിക്കത്തുമില്ല, ഭർത്താവിന് കീഴ്പ്പെടുകയില്ല, ബഹുമാനിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നവരുണ്ട്. അത് പാടില്ല. പക്ഷെ സഭയിൽ വന്നാൽ അമ്മാമ്മ എപ്പോഴും ആത്മാവില. പാസ്റ്റർമാർക്കല്ല ഇഷ്ടമാണ്. പാസ്റ്റർമാർക്ക് മിക്കവരും പറയും നന്നായിട്ട് ആത്മാവിലാകുന്ന അമ്മാമ്മ സഭയിൽ വന്നില്ലേ അറിയാം. അമ്മാമ്മ വന്ന ഒരു ഓളവാ. പക്ഷെ അമ്മാമ്മ അച്ചാന് കീഴ്പ്പെടുകയല്ല. അച്ചാനോട് ചോദിക്കണം, പുള്ളി ഞരങ്ങി കുഴയ്യ. സ്തോത്രം. അത് പാടില്ല. ആത്മാവിൽ നിറയണം, ആത്മാവിൽ ബലപ്പെടണം. പക്ഷേ ഈ വീട്ടിൽ ക്രമീകരണം വരുത്തിയേ സഭയെ വന്ന് ആത്മാവിലാകാവൂ. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ ക്രമീകരണങ്ങള് വരുത്തിയച്ച് വേണം സഭയെ വന്ന് ആത്മാവിലാകാൻ. ഇത് വീട്ടിലെ ഭർത്താവിനെ അനുസരിക്കത്തില്ല, ഭർത്താവിനെ കീഴ്പ്പെടുകയില്ല, അദ്ദേഹത്തെ ബഹുമാനിക്കത്തില്ല, അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും, ഭർത്താവിന്റെ വീട്ടുകാരോട് താല്പര്യമില്ല, ഭർത്താവിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കത്തില്ല, ഭർത്താവിന്റെ സഹോദരങ്ങളോട് മാന്യമായിട്ട് ഇടപെടത്തില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുമൊന്നും വേണ്ട. ഞാൻ ഇച്ചിരി കാര്യം ഇന്ന് അധികം പ്രസംഗിക്കത്തില്ല. എന്തിനാ ഇതെല്ലാം എന്നും അങ്ങ് പ്രസംഗം കേൾക്കുക, ഗുണമാകുന്നില്ല, പിന്നെ വെറുതെ ഇരുന്ന്. സ്തോത്രം. പക്ഷെ സഭയെ വന്നാൽ ചടികടാന്ന് വാക്യം വായിക്കും, അന്യഭാഷ പറയും, ഒക്കുന്നെങ്കിൽ മേപ്പോട്ടും കീപ്പോട്ടും ചാടും. ഈ ഇളക്കക്കാർ ഉപദേശിമാർക്ക് വലിയ ഇഷ്ടമാണ്. അവരെന്നേരം നിന്ന് പറയും പോരാ പോരാ, അത് പോരാ ഇത് പോരാ എന്ന് പറഞ്ഞൊരു പാട്ട് കൊണ്ട് ഇപ്പം. അത് കേൾക്കുമ്പോൾ ഇതുങ്ങൾ പിന്നെ അങ്ങ് ഇളകുക. പക്ഷെ വീട്ടിലിതാ പ്രവൃത്തി. അത് പാടില്ല. വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് ആത്മാവിൽ ബലപ്പെടണം. സ്തോത്രം. ഈ എൻ്റെ വല്യമ്മച്ചി, എൻ്റെ അപ്പൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്, 105 വയസ്സ്. അപ്പൊ പുള്ളിക്കാരി പഴയ കവിതകളും നാടൻ പാട്ടുകളും പുരാണ കഥകളും ഒക്കെ നന്നായിട്ടറിയാം. കുഞ്ഞുനാളിൽ പറഞ്ഞു തരുമായിരുന്നു. അപ്പം അമ്മ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഒരു കവിതയാ. ഞാനതിൻ്റെ വരിയെല്ലാം മറന്നുപോയി. അതിങ്ങനെ അമ്മോപദേശം എന്ന അതിൻ്റെ ഹെഡിങ്. അമ്മോപദേശം എന്ന് പറഞ്ഞാൽ മകളെ വിവാഹം ചെയ്യുന്നതിന് തലേന്ന് അമ്മ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം. അതാണ് അമ്മോപദേശം. നല്ല ഉപദേശങ്ങളാണ്. അതിനകത്ത് നല്ല വരികളാണ്. വല്യമ്മച്ചത് നല്ല ട്യൂണിൽ ചൊല്ലുകയും ചെയ്യും, അർത്ഥമൊക്കെ പറഞ്ഞു തരും. ഞാനതിൻ്റെ വരികളെല്ലാം മറന്നു. അപ്പൊ അതിനകത്ത് 1-2 പ്രയോഗമുണ്ട്. കാലത്തെ ഉണർന്നാദരാൽ കാന്തന്റെ, അത് ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ അതിനകത്തുണ്ട്. അമ്മ മോക്ക് പറഞ്ഞു കൊടുക്കുക, കാലത്തെ ഉണർന്നാദരാൽ കാന്തന്റെ ചാരെ താണു വണങ്ങണം. മകളോട് പറഞ്ഞ, നീ വെളുപ്പിനെ എഴുന്നേറ്റ് ഭർത്താവിൻ്റെ പാദം തൊട്ട് വന്നിക്കണം. അദ്ദേഹത്തെ ആരാധിക്കണമെന്നല്ല, ബഹുമാന സൂചകമാണ്. ഹൈന്ദവ പശ്ചാത്തലത്തിലെ ആ പ്രയോഗങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെ ചില ശീലുകൾ അതിനകത്തുണ്ട്. കാലത്തെ ഉണരണം, എന്നിട്ട് നിന്റെ ഭർത്താവിൻ്റെ ആ പാദത്തെ തൊട്ടൊന്ന് വണങ്ങണമെന്ന്. പെന്തിക്കോസുകാര് വണങ്ങുമൊന്നും വേണ്ട, രാവിലെ അങ്ങ് എഴുന്നേറ്റാൽ മതിയായിരുന്നു.
8:30 ആകുമ്പോഴാ പമ്മി പമ്മി വരുന്നു. ആ വരവൊക്കെ ഒന്ന് കാണേണ്ടതാ. ചില വന്ന് ആ സിറ്റ് ഔട്ടിൽ നിന്ന് തല എല്ലാം ഇങ്ങനെ വഴിയെ പോകുന്നവരെ നോക്കി. ആ പെണ്ണുങ്ങളിരിക്കുന്ന വീട് ശരിയാകുക, രക്ഷപ്പെടുകയല്ല. ആട്ടെ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നു. കാലത്തേ എഴുന്നേക്കണം. ഞാൻ എൻ്റെ ശൈലി പറഞ്ഞ അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം ദൈവത്തെ വിളിക്കണം. ഭർത്താവിനെ തൊഴുവൊന്നും വേണ്ട, തൊഴിക്കാതിരുന്നാൽ മതി. തൊഴുവൊന്നും വേണ്ട, ഒന്ന് കിടക്കാനും പറഞ്ഞൊരു തൊഴിച്ചേച്ച് അത് വേണ്ട. വല്യമ്മച്ചി അത് നന്നായിട്ട് ചൊല്ലി പിന്നെ അർത്ഥമൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതിനകത്ത് ഞാൻ ആ വരി അങ്ങ് മറന്നുപോയി. വേറൊരു വരിയുണ്ട്. ഈ ഭർത്താവില്ലാത്ത നേരത്തെ വായാടി പെണ്ണുങ്ങൾ വരും ഭർത്താവിൻ്റെ കുറ്റം പറയാൻ. അത്തരം വാർത്ത നീ കേട്ടിരിക്കല്ലെന്ന്. അത് അമ്മോപദേശമാണ്. ഞാനത് ആ വരി അങ്ങ് മറന്നുപോയി. വല്യമ്മച്ച് നന്നായിട്ട് പാടി പഴയ കുഞ്ഞുനാൾ കേട്ടതാ. വായാടി പെണ്ണുങ്ങൾ വരും ഭർത്താവില്ലാത്ത നേരം നോക്കി കുറ്റവും കുറവും ഒക്കെ പറയാൻ. അങ്ങനെ കേട്ടിരിക്കരുത്. സ്തോത്രം. അതിന് ചെവിയും കൊടുക്കരുത്. സ്തോത്രം. പിന്നെ അതിനകത്ത് നല്ല വരികളാ. ഭർത്താവ് ഭക്ഷണം കഴിച്ചതിന് ശേഷമേ കഴിക്കാവൂ. അതൊന്നും ഇപ്പം ഈ വന്ന കാലത്ത് നടക്കുന്ന കേസല്ല. അമേരിക്കയിലും ഗൾഫിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് അത് നോക്കത്തില്ല. അതൊക്കെ നമുക്കറിയാം. നാട്ടിലും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഭർത്താവ് ചിലപ്പം പാതിരാത്രിക്കാണ് വരുന്നത്. അത് വരെ വിശന്ന് അവിടെ ഇരിക്കേണ്ട കാര്യം ഇല്ലെന്നാ എൻ്റെ അഭിപ്രായം. നേരത്തെ കഴിച്ചോണം, എന്നാലും പുള്ളിക്കൂടെ വെച്ചേക്കണം, അത്രേ ഉള്ളൂ. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പം ഒന്നുമില്ല, പ്രാർത്ഥിച്ച് കയറി കിടക്ക്, അതല്ല. സ്തോത്രം. ബാക്കിയുണ്ടായിരുന്ന ടയറിനും കൊടുത്തു, ടയർ പട്ടി, അതല്ല. ആട്ടെ, ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം, അത്യാവശ്യം കീഴ്പ്പെടണം. 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് പറയുകയാ. 25 വായിച്ചേ. അല്ലാതെ സഹോദരിമാര് വായിക്കട്ടെ. ഭാര്യയുടെ കാര്യം നിങ്ങൾ വായിച്ചില്ലേ, ഇനി ഭർത്താവിന്റെ കാര്യം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ അപ്പോൾ ഭർത്താവിന്റെ കടപ്പാട് ഭാര്യയെ സ്നേഹിക്കണം, അത്യാവശ്യമാണ്. അതെങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്വാളിറ്റി ഉണ്ടായിട്ട് സ്നേഹിച്ചതല്ല, വിശേഷതയുള്ളത് കൊണ്ട് സ്നേഹിച്ചതല്ല, എന്തെങ്കിലും പ്രതീക്ഷിച്ച് സ്നേഹിച്ചതല്ല. ആ സ്നേഹമായിരിക്കണം നമ്മളിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത്. മറുവശം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അലോഗ്യം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. ഒക്കെ എന്തെങ്കിലും ഒരു മുട്ട പൊരിച്ച് കഴിച്ചേച്ച് കിടക്കുന്ന, ഇപ്പം മുട്ടയും കഴിക്കാൻ മേലാത്ത കാലമാണ്. സ്തോത്രം. ബഹളമൊന്നും ഉണ്ടാക്കരുത്. നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പം നമ്മുടെ രീതി അനുസരിച്ചായിരിക്കത്തില്ല. അതൊക്കെ ക്ഷമിച്ച് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് ക്ഷമിച്ച് സഹിച്ച് ബലഹീന പാത്രമെന്നോർത്ത് ബഹുമാനം കൊടുത്ത് മുൻപോട്ട് പോകണം. അതാണ് പുരുഷന്റെ കടമ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ആട്ടെ, ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം. സ്തോത്രം. അഥവാ അപാകതകളോ ന്യൂനതകളോ വന്നാൽ അത് ഫേസ്ബുക്കിൽ ഒന്നും വിടരുത്. ഇപ്പം എല്ലാം ഫേസ്ബുക്കിൽ ഇടുക. ഭാര്യയുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും മക്കളുടെ കാര്യവും മുഴുവൻ ഫേസ്ബുക്കിലാണ്. സ്തോത്രം. അത് പാടില്ല.
ഈ ചിലരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അലോഗ്യമൊക്കെ ഉണ്ടാക്കി അടിയും വഴക്കും അതിൻ്റെ പിന്നെ അവർ രണ്ടുപേരുടെ കുറച്ച് കഴിഞ്ഞ് ആ ഫേസ്ബുക്കിൽ ഫോട്ടോയും അതിനടിയിലെ കുറിപ്പും ഒക്കെ കാണുമ്പോൾ ഇത് രണ്ടും കൂടെ കാണുമ്പോൾ അങ്ങ് അസ്വസ്ഥതയാണ്. സ്തോത്രം ആട്ടെ, ഞാൻ ഭാഗം വിടുക. സ്നേഹിക്കണം, ബഹുമാനം കൊടുക്കണം, പോറ്റി പുലർത്തണം, സംരക്ഷിക്കണം. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അപാകതകളും ന്യൂനതകളും ഭോഷത്വങ്ങളും ഒക്കെ വരാം, അത് ക്ഷമിക്കണം. അങ്ങനെ വേണം പോകാൻ. അപ്പോൾ ഭർത്താവിന്റെ കടമയും ഭാര്യയുടെ. ഇനി 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമാണ്. മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. ഞാൻ ഇന്നും ഇങ്ങോട്ട് വന്നപ്പം എനിക്ക് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ ഇവിടെ ഈ ചില പ്രിയപ്പെട്ടവര്, അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, നല്ല പഠിത്തമൊക്കെ ഉള്ളവര്, ഇവര് വീട്ടിലെ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് കുളിക്കാൻ വെള്ളം കൊടുക്കുവോ, അവരെ ഒന്ന് കുളിപ്പിക്കുവോ, പ്രായമുള്ളവരെ അല്ലെ അവരുടെ തുണി കഴുകി കൊടുക്കുവോ, അവരുടെ ദിനചര്യകൾ ചെയ്യാൻ സഹായിക്കുവോ, ഒന്നും ചെയ്യത്തില്ല. സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുവോ മരുന്ന് കൊടുക്കുവോ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇവരെ ഇസ്രായേലിലും മറ്റു രാജ്യങ്ങളിൽ പോയി നല്ലതുപോലെ ശുശ്രൂഷിക്കും. മദാമിനെയും സാഹിബിനെയും പലസ്തീനെയും ഇസ്രായേലിനെയും അല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. ഇവിടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയോ സംരക്ഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നൊരു കാര്യമുണ്ട്, അവിടെ അവരെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാശ് കിട്ടും. അപ്പനും അമ്മയും ശുശ്രൂഷിച്ച കിട്ടാഴിയൊന്നുമില്ല. ചത്ത് കഴിയുമ്പോൾ അവരുടെ പേരുള്ള വസ്തു ഇതുമൊക്കെ ഈ ഇവർക്കുള്ളതല്ലേ. പിന്നെ മാസാമാസം കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ചെല്ലങ്ങനെ അവിടെ പോയി അടുത്ത സമയത്തും എന്നെ പലരും വിളിക്കും. അപ്പം ഇസ്രയേലിലെ മിക്കവരും അങ്ങനെയുള്ള ജോലിയാണ്. പ്രായമുള്ളവരെ നോക്കുക, മിക്കവരും നല്ല 90% അവരുടെ A മുതൽ Z വരെയുള്ള കാര്യം ചെയ്തു കൊടുക്കണം. ഇവിടെ കുടിക്കുന്ന ഗ്ലാസ് പോലും അങ്ങോട്ട് മാറ്റി വെക്കുകയല്ല. അവരുടെയൊക്കെ ഇവിടുത്തെ വീടുകളിൽ ജോലിക്കാർ 2-3. ഇവരവിടെ ചെയ്യുന്ന ജോലിയോ ഒറ്റയ്ക്ക്. ജോലി തെറ്റാന്നല്ല, ജോലി നല്ലതാണ്. പക്ഷെ അവനവൻ്റെ വീട്ടിൽ പലരും ചെയ്യത്തില്ല. അപ്പം അത് പാടില്ല. മാതാപിതാക്കളെ നന്നായി ശുശ്രൂഷിക്കണം, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ സംരക്ഷിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ഇനി പിതാക്കന്മാർക്കുള്ള ദൂത് 4-ാം വാക്യം. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തണം. അപ്പൊ പിള്ളേരെ ശാസിച്ച് ശിക്ഷിച്ച് പത്യോപദേശത്തിൽ വളർത്തണം. ഈ പിള്ളേർക്ക് പത്യോപദേശം കൊടുക്കണം. മാതാപിതാക്കൾ നല്ല നല്ല ഉപദേശം പിള്ളേർക്ക് കൊടുക്കണം. പിള്ളേരോട് പറയണം, രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കണം, വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കണം, പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേക്കണം, മൂത്തവരെ പേര് വിളിക്കരുത്. ഇതൊക്കെ പത്യോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, അവരോട് മാന്യമായിട്ട് ഇടപെടണം, അവർ പറയുന്നത് അനുസരിക്കണം. സ്തോത്രം വേണ്ടേ? പ്രായമുള്ളവരുടെ മുമ്പിൽ കാലും വെച്ച് വിറപ്പിച്ചിരിക്കരുത്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേരോട്. പെൺപിള്ളേരോട് പറയണം, രാവിലെ എഴുന്നേറ്റ ഉടനെ മുടിയെല്ലാം ചീകി കെട്ടണം. അല്ലാതെ ഇങ്ങനെ പറപ്പിച്ച് ഭ്രാന്തി നടക്കും പോലെ നടക്കുക. നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ള അമ്മ ചട്ടയും മുണ്ടുവാണെങ്കിൽ അത് കുത്തിപ്പിഴിഞ്ഞ് പശയൊക്കെ മുക്കി തേച്ച് കൊടുക്കണം. കാശുള്ള അമ്മ തന്നെ വെളിയിൽ കൊടുത്ത് തേച്ചോളൂ. ഇപ്പം പിന്നെ ചട്ടയും മുണ്ടുമൊന്നുമില്ല, സാരിക്കാര ആട്ട ഉള്ള വസ്ത്രം. അവർക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം. പിന്നെ സാവകാശമുള്ളവർക്ക് ഇല്ല, ഇതുള്ളത് കൊണ്ട്
അകത്ത് തന്നെ ചൂടുവെള്ളം കിട്ടും. അവരുടെ ദിനചര്യകൾ ചെയ്യാൻ അവരെ സഹായിക്കണം. ഇതൊക്കെ പറഞ്ഞ് നല്ല പത്യോപദേശം കൊടുക്കണം. സ്തോത്രം. ഈ 119 സങ്കീർത്തനമല്ല പഠിപ്പിക്കേണ്ടത് കാണാതെ. അത് തെറ്റാന്നല്ല, അത് നല്ലതാ. നീ 119 സങ്കീർത്തനം വായിക്കണം. യൂത്തിൻ്റെ മീറ്റിങ്ങിന് ഇത് കാണാതെ പറഞ്ഞ് സമ്മാനം മേടിച്ചോണ്ടേ ഇങ്ങോട്ട് വരാം. കൊച്ചുങ്ങളെ മരണവെപ്രാളമെടുത്തത് കിടന്ന് പഠിക്കുക. കാരണം സമ്മാനം മേടിക്കണ്ടേ. കഴിഞ്ഞ വർഷം മറ്റേ സെൻറ്ററുകാർ കൊണ്ടുപോയി, ഈ വർഷം ആ സെൻറ്ററുകാർക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. അപ്പം 119 സങ്കീർത്തനം പഠിച്ചുകൊണ്ട് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ വല്യമ്മ പറഞ്ഞു, മോളെ ഇച്ചിരി കാപ്പി. പിന്നെ സങ്കീർത്തനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുസ്തകത്തിനകത്ത് എഴുതിയേക്കുന്നത് തന്നെ, നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമി ദീർഘാശ്വസിക്കാൻ. 119 കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പ്രായമുള്ള വല്യപ്പൻ കയറി വരുന്നത്. നോക്കി വെച്ചോ. പിന്നെയും വായിക്കുക. പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് നരച്ചവന്റെ മുമ്പാകെ എഴുന്നേക്കണമെന്നാണ്. അയാൾ വന്ന് മൈൻഡ് ചെയ്തില്ല. വല്യപ്പൻ കുറെ നേരം നോക്കി നിന്നേച്ച്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പിള്ളേർക്ക് പത്യോപദേശം പറഞ്ഞു കൊടുക്കണം. അവരെ ശാസിച്ചും ശിക്ഷിച്ചും വേണം വളർത്താൻ. അത് പിതാക്കന്മാർക്കുള്ള സന്ദേശമാണ്. ഇനി 5-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും ദാസനോടും യജമാനനോടും ചില ദൂതുകൾ പറഞ്ഞു. യജമാനന്മാരെ നല്ല നിലയിൽ സേവിക്കണം, അവരെ സ്നേഹിക്കണം. ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്യണം, അതിനകത്ത് തട്ടിപ്പൊന്നും കാണിക്കരുത്. യജമാനന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും അവർക്കും ഒരജമാനൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ദാസന്മാരോട് മാന്യമായിട്ട് ഇടപെടണം. ഇതെല്ലാം പറഞ്ഞേച്ച് പൗലോസ് 10-ാം വാക്യത്തിൽ പറയുകയാ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ, ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള ഈ ലോകത്തിൽ പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും ആവശ്യം ആത്മാവിന്റെ ബലമാണ്. കുടുംബജീവിതം ധന്യകരമായ നിലയിൽ പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ആത്മാവിൽ ബലപ്പെടണം. മക്കൾ നല്ല നിലയിൽ നിങ്ങളോട് ഇടപെടണമെങ്കിൽ മാതാപിതാക്കൾ ആത്മാവിൽ ബലപ്പെടണം. മാതാപിതാക്കൾ നല്ല നിലയിൽ മക്കളോട് ഇടപെടണമെങ്കിൽ മക്കളെല്ലാം കർത്താവിൻ്റെ ആത്മാവിൽ ബലപ്പെടണം. ദാസനും യജമാനനും സഹവർത്തിത്വം പുലർത്തി ജീവിക്കണമെങ്കിൽ രണ്ടു കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. ഈ അന്ത്യകാലത്ത് എനിക്ക് നിങ്ങൾക്കും ആവശ്യം ആത്മാവിൻ്റെ അമിത ബലമാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വയശക്തി കൊണ്ടോ കായബലം കൊണ്ടോ ഒന്നും നേടാനൊക്കത്തില്ല. പൈസ കൊണ്ട് എല്ലാം ഒന്നും നേടാനൊക്കത്തില്ല. കാശ് ഇഷ്ടം പോലുണ്ട്, പക്ഷെ ഒരു സമയത്ത് നമുക്ക് പോയി എടുക്കാൻ പോലും പറ്റുകയില്ലായിരുന്നല്ലോ. ഒരു ദിവസം ഇത്ര രൂപ ഒക്കത്തില്ലായിരുന്നു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയതാ. സ്തോത്രം. തന്നെയല്ല, കണ്ടമാനം കാശ് വന്ന് അന്നേരം ഇപ്പം പിടികൂടുകയും ചെയ്യും. അതും ബുദ്ധിമുട്ടാണ്. വരവിൽ കൂടുതൽ ചിലവാക്കിയാൽ ചോദ്യം വരും, ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് കണക്ക് കൊടുക്കണം. പണ്ടൊന്നും ഇല്ല. അപ്പൊ ഈ പൈസ രക്ഷപ്പെടുത്തുകയല്ല. തന്നെ ഇത് കാശ് കണ്ടമാനം വരുന്നത് നമുക്ക് സുഖമല്ല, മനോദുഃഖം ഉണ്ടാക്കുന്നതാണ്. ആട്ടെ, കായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമ്പത്തിക ഭദ്രത കൊണ്ടൊന്നും ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കാനൊക്കത്തില്ല. നമുക്ക് ആവശ്യം ആത്മാവിന്റെ അമിതബലമാണ്. പൗലോസ് പറയാ, കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ഇത് എഫെസോസിലുള്ള വിശ്വാസികളോട് ആ ഊന്നൽ കൊടുത്ത് പറയുന്നത്. അതിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം. എഫെസോസിലുള്ള വിശ്വാസികളോട് പറയാനുള്ളതിന്റെ ഒന്നാമത്തെ ഒരു കാരണം, ഈ എഫെസോസ് സഭ പോരാട്ടങ്ങളുടെ നടുവിൽ ആരംഭിക്കുന്നത്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പൊ ഇവരുടെ ഇരിപ്പും നോട്ടവും ആ രീതിയും കണ്ടപ്പോൾ പൗലോസ് ചോദിച്ചു, നിങ്ങളെല്ലാം വിശ്വാസികളാണോ? വിശ്വാസികളാണോ? ഉടനെ അവർ പറഞ്ഞു, ആണോന്നോ? ഞങ്ങള് കൊച്ചു കുഞ്ഞു സന്യാസിയുടെ കാലത്ത് ഇതിനകത്ത് പറഞ്ഞ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ആണോ? നിങ്ങൾ കൊച്ചു കുഞ്ഞു സന്യാസിയുടെ കാലത്ത് ഇതിനകത്ത്
പിന്നെ ആട്ടെ, നല്ല കാര്യം. തിരുവനന്തപുരത്ത് ആദ്യം തുടങ്ങിയത് ഇതാ 22-ല് രജിസ്റ്റർ ചെയ്തു. അതിനു മുമ്പേ തുടങ്ങി. തൊള്ളായിരത്തി ഉണ്ടായിരുന്നു. ഞങ്ങളോടാന്ന് ചോദിക്കുന്നത് വിശ്വാസിയാണോ എന്ന്. പൗലോസ് പറഞ്ഞു അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഉടനെ പൗലോസ് അടുത്ത ചോദ്യം, ആട്ടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? തെറ്റി. ഞങ്ങള് കൊച്ചുകുഞ്ഞു സന്യാസിയുടെ കാലത്ത് ഇതിനകത്തുണ്ട്, പക്ഷെ ഇന്ന് വരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. നീ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോന്നാ നല്ലത്. അടക്കോടി ഇരിക്കുമ്പോൾ ഇതിനകത്ത് കയറി നീ ഒരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ ഇതിനകത്ത് കയറ്റി മുട്ട ഇടിക്കത്തുമില്ല. നീ ഇതിനകത്ത് കയറി പമ്മിയിരിക്കുക, കൈയടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല, ആത്മാ നിറവ് പ്രാപിച്ചുമില്ല. എന്നാ ഒരു അരുതാഴിയ പോലെ. സ്തോത്രം. നിങ്ങൾ വിശ്വാസികളാണോ? പിന്നെ ആട്ടെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? നീ ഈ ഹോളിനകത്ത് കയറിയിട്ട് ഇത്ര കൊല്ലമായി ഇന്ന് വരെ ആത്മാവിലായിട്ടുണ്ടോ? പറ. ഇങ്ങനെ ഞമ്മ കൈയടിച്ചിങ്ങനെ തുള്ളുന്നല്ലാതെ അഭിഷേകം പ്രാപിച്ചോ? മിണ്ടുന്നില്ല. സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉടനെ അവര് പറയാ ഉണ്ടെന്ന് പോലും ഞങ്ങള്. പിന്നെ നമ്മള് ഉണ്ടെന്ന് കേട്ടിട്ടില്ലെന്ന് പറയത്തില്ല, പക്ഷേ ഉണ്ട്, ഞങ്ങൾ പ്രാപിച്ചില്ലെന്നേ ഉള്ളു. ചെല്ല് പറയും പക്ഷേ നേരത്തെയൊക്കെ പ്രാപിച്ചതാ, പിന്നെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതെല്ലാം അങ്ങ് പോയി. പിന്നെ അങ്ങ് ഇരിക്കുമ്പോൾ ഞാൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. അത് പരിശുദ്ധാത്മാവല്ല, നിനക്ക് വെട്ടുവാദം ഉണ്ടതാ. ഇവര് പറയും ആ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങള്. നമ്മളായിരുന്നേ പറയാം എന്നാ ഒരു കാര്യം ചെയ്ത് തമ്പേറ് മേടിച്ചോണ്ട് പോവാം, നമുക്കെല്ലാം കൂടെ ആത്മാവിലാകാം. അതല്ല പൗലോസ് പറഞ്ഞേ. പൗലോസ് ചോദിച്ചു സ്നാനം ഏതായിരുന്നു? നിങ്ങളുടെ സ്നാനം ഏതാ? കാരണം ഇവര് പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് സ്നാനവേദം. കുറഞ്ഞ പക്ഷം സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവെന്ന പദം കേൾക്കണം. കാരണം വെള്ളത്തിൽ മുക്കുമ്പോൾ അങ്ങനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പം സ്നാനക്കടവിൽ വെച്ച് കേൾക്കേണ്ട പദമാ പരിശുദ്ധാത്മാവ്. ഇവർ പറഞ്ഞു ഉണ്ടെന്ന് പോലും കേട്ട്. അതാ പൗലോസ് ചോദിച്ച സ്നാനവേദായിരുന്നു. അപ്പൊ അവര് കാര്യം പറഞ്ഞു. പൗലോസ് ക്ലാസ് എടുത്തു, ഉപദേശങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവരെല്ലാം അത് വിശ്വസിച്ചു മനസ്സിലാക്കി. ഒടുവിൽ പൗലോസ് ഇവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് എല്ലാവരും പ്രവചിച്ചു. എല്ലാവരും കൂടെ ഏതാണ്ട് 12ഓളം പേരുണ്ടായിരുന്നു. അങ്ങനെയാ ഈ സഭ എഫെസോസിൽ ആരംഭിക്കുന്നത്. അവരേകദേശം 12ഓളം പേരുണ്ടായിരുന്നെന്ന്. ഈ 12 പേരുടെ ഒരു വിശേഷത, എല്ലാവരും ആത്മാഭിഷേകം പ്രാപിച്ചതാണ്. 12 പേരും 12 എന്നല്ലേ അവിടെ എഴുതിയേക്കുന്നേ? യോടി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് ഓടിച്ചു വായിക്കും. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചത് അവിടെ. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെ ശിഷ്യന്മാരെ കണ്ടു. അടുത്തത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവരോട് ചോദിച്ചതിന് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അടുത്തത്, അങ്ങനെ തന്നെ ഏതാ നിങ്ങളുടെ സ്നാനം? അടുത്തത്, യോഹന്നാൻ മാനസാന്തര സ്നാനം മാത്രമേ ഘടിപ്പിച്ചുള്ളൂ. അടുത്തത്,
ഇത് കേട്ടാരെ അവർ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. 12ഓളം. അപ്പൊ ഇങ്ങനെ 12 പേരുമായിട്ടാണ് എഫെസോസ് സഭ ആരംഭിക്കുന്നത്. അപ്പൊ എഫെസോസിലെ സഭാവിശ്വാസികൾ ആദ്യം 12 പേര്. ഇവരുടെ വിശേഷത 12 പേരും ആത്മാവി നിറയുന്നവരാ. ആകെ 12 പേരെ സഭയ്ക്കകത്ത് ഉള്ളു. 12ഉം ആത്മനിറമുള്ളവരാ. നമ്മുടെ സഭയിൽ 12 പേരുണ്ടെങ്കിൽ 12 ടൈപ്പാ. ഒരുത്തൻ ഗുണ്ട, രണ്ടാമത്തവൻ പിടിച്ചുപറിക്കാരൻ, മൂന്നാമത്തവൻ അതിരുമാന്തി, നാലാമത്തവൻ അടിപിടി കേസിൽ പ്രതി, അഞ്ചാമത്തവൻ അപ്പനെ അമ്മയും കുത്തിക്കൊന്നവൻ, ആറാമത്തവൻ എന്തേലും പറ, ഞാൻ പറയാം. സ്തോത്രം. ആറാമത്തവൻ ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നവൻ, സഭയ്ക്കകത്ത ആളാ. ഏഴാമത്തവൻ ബ്ലേഡുകാരൻ, എട്ടാമത്തവൻ വെട്ടിപ്പണം, ഒമ്പതാമത്തവൻ മുക്കുടിയൻ, പത്താമത്തവൻ കൽപ്പനാലംഘനം 7, 11ആമത്തവൻ വലിയ ശല്യമില്ലാത്തൊരുത്തൻ, മിണ്ടുന്നില്ലല്ലോ ആരും. സ്തോത്രം. എഫെസോസ് സഭയിൽ ആകെ 12 പേരേ ഉള്ളൂ. 12 പേരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അയാൾ ഒത്തിരി വേണമെന്നില്ല, ഉള്ളത് ആത്മബലമുള്ളതാണെങ്കിൽ. ഇത് തൊമ്മനയമ്പം ചാണ്ടി മുറുകും. ഒന്നാമത്തെ കാര്യം യോഗത്തിന് വരികയല്ല, വന്നാൽ തന്നെ ജോവിന് ഇരിക്കുകയല്ല, ഇരുന്നാൽ തന്നെ കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ഒന്നും ചെയ്യുകയല്ല. നമ്മൾ പറയാ 1922 തുടങ്ങിയതാ കൊച്ചുഞ്ഞി സന്യാസി. അതിന് നിനക്കെന്നാ? ആ ബഹുമാന്യ കർത്തദാസനെ ദൈവം വിളിച്ച് വിശ്വസ്തയോടെ അദ്ദേഹം വേല ചെയ്തു. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത് പറഞ്ഞാൽ മിക്കവാറും അലോക്യവും അടിയുണ്ടാകും. എന്നാലും സൂചന തരാം. അമ്മാവൻ ആനപ്പുറത്തിരിക്കുക, അതുകൊണ്ട് അനന്തരവന് ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. സ്തോത്രം. ദൈവവുമായിട്ടൊരു ബന്ധം വേണം. അപ്പൊ എഫെസോസിലുള്ള ഈ വിശ്വാസികൾ 12 പേരെ ഉള്ളെങ്കിൽ 12 ആത്മാവി നിറയുന്നവരാണ്. അവരോട് പൗലോസ് പറയുക, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ഒരിക്കൽ നിറഞ്ഞ് ആ പരുവത്തിന് പോകാനല്ല, ഓരോ ദിവസവും ശക്തിപ്പെട്ടോണം. ഞാൻ ഇന്ന് വേഗത്തിൽ നിർത്തുക, ദീർഘമാക്കുന്നില്ല. നിങ്ങൾ ഒത്തിരി നേരത്തെ വന്നവരല്ലേ. തന്നെയല്ല, എൻ്റെ ഇങ്ങനെയുള്ള പ്രസംഗം എല്ലാവർക്കും അത്ര താല്പര്യമുള്ളതല്ല. നിങ്ങൾ ചിന്തിക്കായിരുന്നു വയ്യാതെ അവിടെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു, വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നെന്ന്. ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചിലർക്ക് ഒരു ചിന്തയില്ലാതെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ദീർഘമാക്കുന്നില്ല. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. സഭയ്ക്കകത്തുള്ള എല്ലാവരും ആത്മാവിൽ നിറയുന്നവരായിരിക്കണം. പ്രസിഡന്റും സെക്രട്ടറി, ട്രഷററും, കൗൺസിലും കമ്മിറ്റിയും സകലയുണ്ടോ, അല്ലാത്തതിനെ ഒരെണ്ണത്തിനെ ആക്കരുത്. സ്തോത്രം. ആത്മനിറവി ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ചില സ്ഥലങ്ങളൊക്കെ മുഴുവൻ അങ്ങ് കമ്മിറ്റിക്കാരാ, മൊത്തം കമ്മിറ്റിയാ, വേറെ ആളില്ല. ആ ഫോട്ടോയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് മിക്കതും അഭിഷേകം പോലും പ്രാപിച്ചതല്ല. നിരന്ന് നിൽക്കുന്ന കാണാം. ചില ഈ നമ്മുടെ നാട്ടിലാന്നേലും വെളിയിലുമൊക്കെ, കേരളത്തിലും ഉണ്ട്, ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ മിക്ക രാജ്യങ്ങളിലും വലിയ വലിയ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ടൈയും കോട്ടും ഒക്കെ കെട്ടി നിൽക്കുന്ന നമ്മൾ ഓർക്ക് ഇവൻ ഇന്ന് വരെ അഭിഷേകം പ്രാപിച്ചവനല്ല. അല്ലല്ല, അവനത് വിശ്വാസം പോലും ഇല്ല. മിക്കവരും കുടിക്കുന്നവന്മാരും ഉണ്ട്. നാഷണൽ കമ്മിറ്റി മുക്കുടിയനാ ഒരുത്തൻ, നാഷണൽ കമ്മിറ്റി അംഗം. അവൻ 3 കെട്ടിയതാ. അയ്യോന്നോ, 3 കെട്ടിയെന്ന്. ഭാര്യ മരിച്ചു പോയതല്ല. നോക്കുക ഏതാ ഒക്കുന്നെന്ന്. അവൻ ആ നാഷണൽ കമ്മിറ്റിയിലെ, ഞാൻ ഒരുത്തന്റെ ഫോട്ടോ, അവൻ നാഷണൽ കമ്മിറ്റിയിലുള്ളതാ. ഇവിടെ അവൻ 2 കെട്ടിയതല്ലേ? ആ 2 കെട്ടിയാൽ വേണം ഇനിയും കെട്ടണോ? അവൻ എന്തിനും തയ്യാറാണ്. അവൻ ആ കോൺഫറൻസിന്റെ കോർഡിനേറ്റർ, നല്ല കോൺഫറൻസാ. ഇവൻ കുടിക്കുവന്നാണല്ലോ കേൾക്കുന്ന ബാറിലൊക്കെ. അവൻ കമ്മിറ്റിയിലുണ്ട്. പിന്നെ കമ്മിറ്റി ഒന്ന് ഉഷാറാകണമെങ്കിൽ അടിക്കണ്ടേ? മിണ്ടുന്നില്ലല്ലോ. അവൻ എങ്ങനെ കമ്മിറ്റി കയറി? അതിലുള്ളവരെല്ലാം അവന്റെ ശിങ്കിടികളാ. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിർമ്മിത കഥയൊന്നുമല്ല പറയുന്നത്. അവനിരിക്കുന്ന കമ്മിറ്റി എങ്ങനെ ശരിയാകും? അവനിരിക്കുന്ന ഭരണ സാരഥ്യം വഹിക്കുക എങ്ങനെ ശരിയാകും? ഒരു പെണ്ണിനെ കെട്ടി അതിനെ ചാദിച്ചു, എന്നിട്ട് വേറൊരു പെണ്ണിനെ കെട്ടി അതിനെ ചാദിച്ചു. പിന്നെ അവൻ ആലോചിക്കുക, ഈയിടെ എങ്ങാണ്ട് ഒരു ന്യൂസ് വന്നല്ലോ, ഒരു തള്ള മോന് വേണ്ടി, എവിടാണോ ആരാണ്ടെന്നെ കേൾപ്പിച്ചതാ, നിങ്ങൾ കേട്ടില്ലായിരിക്കും. അല്ല, ആ പുള്ളിയുടെ കാര്യമല്ല. ഞാൻ ആവശ്യമില്ലാത്ത പറയരുത്. അവനൊന്ന് കെട്ടിയതാ, തള്ള വീണ്ടും അവനെ ആലോചിക്കുക. അയ്യോ, മിണ്ടുന്നില്ലല്ലോ ആരും. നാഷണൽ കമ്മിറ്റി സ്തോത്രം, സ്തോത്രം. സഭയ്ക്കകത്ത് ഏൽമനിറവുള്ളവനുണ്ടായിരിക്കണം. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. കാശ് പലിശയ്ക്ക് കൊടുക്കുന്നവനും ബ്ലേഡ്, അവനാ കമ്മിറ്റിയില്ലേ, അവനാ ഇതെല്ലാം തീരുമാനിക്കുന്നത്. ചീട്ട് നടത്തി പൊട്ടി നാട്ടുകാരുടെ കാശ് എല്ലാം മേടിച്ച് മുങ്ങി ഒരു സുപ്രഭാതത്തിൽ വിടുതലിന് ശുശ്രൂഷ. സിസ്റ്റർ ഇന്നയാള്, ബ്രദർ ഇന്നയാള്. പുള്ളി പണ്ട് നാട്ടുകാരുടെ കാശും എല്ലാം മേടിച്ച് മുങ്ങിയ ആളല്ലേ. പുള്ളിയെ ദൈവം വിളിച്ചു. എപ്പോഴാ വിളിച്ചത്? പുള്ളി അതുമായിട്ട് ഇവിടെ നിന്ന് മുങ്ങി. പിന്നെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പം ദൈവം വിളിച്ചു. ബറോഡായി വെച്ചാ വിളിച്ചേ. ഇവിടെ ഉണ്ടെന്ന്. ഗുജറാത്തിലാ ബറോഡ, പഞ്ചാബിലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്തോത്രം. നിന്റെ കൈവെടിപ്പായിരിക്കണം. സ്തോത്രം, സ്തോത്രം. കൈവെടിപ്പായിരിക്കണമെന്ന് ചെയ്യാവുന്ന കൊന്ത്രാക്കോളി എല്ലാം ആയ കാലത്ത് ചെയ്ത് തട്ടിപ്പും വെട്ടിപ്പും ഉരുട്ടും പെരട്ടും മറിപ്പും തിരിപ്പും പൊളപ്പും എല്ലാം കാണിച്ച് എങ്ങ് രക്ഷപ്പെടുന്നില്ല. ഒടുവിൽ കണ്ട സൂത്രമാ ഇനി സുവിശേഷമല്ല.
ഒറ്റ രാത്രി കൊണ്ട് പാസ്റ്ററായി. നേരം വെളുപ്പം നമ്മളൊക്കെ ഫേസ്ബുക്കിൽ പ്രസംഗിക്കുന്നു. അയ്യോ, ഇത് ഞാൻ അവിടെ കുടിച്ച് പെടുത്ത് കിടന്നവനല്ലേ, അവനെ ദൈവം വിളിച്ചിന്നലെ. ആ, എപ്പം വിളിച്ചു? ഞാൻ 12:30 ആയപ്പോ. എന്നിട്ട് ദൈവം പ്രത്യേകമായിട്ട് അവനെ അഭിഷേകം ചെയ്ത് വിട്ടേക്കുക. എങ്ങനുണ്ട്? അവന് അവരുടെ കാശെല്ലാം മേടിച്ചു, അതെല്ലാം അവന് പാപ്പരാന്ന് എഴുതി കൊടുത്തായിരുന്നു. പാപ്പരാന്ന് എഴുതി കൊടുത്തു. ശരിയല്ല? ദൈവത്തിന് മഹത്വം. മനസ്സിലായോ? കൈവെടിപ്പായിരിക്കണം. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. അപ്പൊ എഫേസ്യരോട് ഇത് പറയാൻ കാര്യം, 12 പേര് ആത്മനിറവുള്ളവരാ സഭയുടെ ആരംഭം. ഇത് പറയാൻ കാരണം, ഈ മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം, മന്ത്രവാദികള്, അവിടെ യഹൂദന്മാര് വരെ മന്ത്രവാദികളാ. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട, ഞാൻ ദീർഘമാക്കുന്നില്ല. മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായ എഫെസോസ്. യഹൂദന്മാര് വരെ അവിടെ മന്ത്രവാദികളാണ്. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും അപ്പൊ ഒത്തിരി മന്ത്രവാദി, ധാരാളം. പൗലോസ് പറയാ, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ, മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ ജയമെടുക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകം വല്ലാത്തൊരു ലോകമാണ്, ദുഷ്ടലോകമാണ്. സാത്താന്യ ശക്തികൾ വളരെ മുഴുവലത്തോടാ പൊരുതി വരുന്നത്. നിങ്ങൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തിക്കേ, എല്ലാ മേഖലയും ഒന്ന് എടുത്തേ. വളരെ കരുത്തോടാണ് പൈശാചിക ശക്തി ഇളകി നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ നടുവിൽ നമുക്ക് പൊളിറ്റിക്കൽ ബലമല്ല, സായുധ ശക്തി കൊണ്ടൊക്കത്തില്ല, കായബലം കൊണ്ടൊക്കത്തില്ല. നമുക്ക് ആവശ്യം ദൈവാത്മാവിന്റെ ശക്തിയാണ്. ഇങ്ങനെയുള്ള ദുർശക്തികളെ ജയിക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും മാന്ത്രിക തന്ത്രങ്ങളെല്ലാം വളരെ ശക്തിപ്പെട്ടു വരുന്ന ഈ കാലയളവിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മശക്തി ഏറ്റെടുക്കണം. നിങ്ങൾ വെളിയിലെങ്ങും പറയാതിരിക്കാൻ ഒരു കാര്യം പറയാം. നമ്മൾ അകത്തറിയേണ്ട കാര്യമാണ്. അത് ഒന്ന് വെളിയിൽ കേൾക്കാത്ത വിധത്തിലൊന്ന് ചെയ്തേ.
അന്തരീക്ഷത്തിലാണ് ഞാൻ നിങ്ങളും വന്നുപെട്ടിരിക്കുന്നത്. ഇതിന്റെ നടുവിൽ നീ ആത്മീകത്തിൽ ഉഴപ്പരുത്. നീ ആത്മീകത്തിൽ ലാഘബുദ്ധിയോടെ ജീവിക്കരുത്. എവിടെയും ഒരു സഭയെ പോകാൻ എങ്ങനെയും അല്പസമയം ഇരിക്കാം എന്നല്ല, ശരിക്കും ആത്മാവിൽ ബലപ്പെടണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ബാക്കി ഭാഗം പിന്നീട് എന്തിക്കാം. ആത്മാവി ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും. ആമേൻ. ആത്മാവി ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യം ആത്മാ നിരന്തര എന്നീ ആത്മദാനങ്ങൾ പകരണമേ. നിരന്തരം എന്നിൽ ആത്മദാനങ്ങൾ പകര